എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഇന്ന് അങ്കണവാടി പ്രവർത്തനങ്ങൾ അത്രയും ഡിജിറ്റലൈസേഷൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ പാതയിലൂടെ തന്നെ മുഴുവൻ ഗുണഭോക്താക്കളിലേക്കും യഥാസമയം അവരുടെ സേവനങ്ങൾ ഉറപ്പിക്കുന്നതിന് അങ്കണവാടി ടീച്ചേഴ്സാണ് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ആ ഡിജിറ്റലൈസേഷനൊക്കെ സാധ്യമാവുന്നതിനാണ് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നമ്മളെ കൈകളിലേക്ക് എത്തിച്ചത്. ഈ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ അത്യാവശ്യമാണ്. നമ്മൾ നാളിതുവരെ ക്യാഷ് ഫോണുകളിലൂടെയും അതിനുശേഷം സ്വന്തം ഫോണുകളിലൂടെയാണ് ഇപ്പോൾ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തി വരുന്നത്. ഈ സാഹചര്യത്തിലും ഒരുപാട് പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ കൃത്യസമയത്ത് ഗുണഭോക്താവിന് യഥാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നമ്മളെ ടീച്ചേഴ്സ് ഉണ്ട്. ആ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സെഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ സെഷൻ എല്ലാ ടീച്ചേഴ്സിനും ഉറപ്പായിട്ടും ഉപകാരപ്പെടുമെന്നുള്ള സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. ആയതുകൊണ്ട് നമ്മളുടെ ചാനലിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ടീച്ചേഴ്സിന് ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. നിർബന്ധമായിട്ടും ഈ സെഷനുകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമാണ് തുടർന്നുള്ള പോഷൻ ട്രാക്കർ പ്രവർത്തനങ്ങൾ സുതാര്യമായി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനും ഗുണഭോക്താക്കൾക്ക് മുടക്കം കൂടാതെയുള്ള സേവനങ്ങൾ ഉറപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു ഭാഗമാണ്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ അംഗനവാടിയിൽ വന്ന് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തു, നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തു, ഡെയിലി ട്രാക്കിംഗ് അവസാനിപ്പിക്കുന്നതിനും അപ്പുറം ഈ പോഷൻ ട്രാക്കറിലേക്ക് വരുന്ന തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കറിയാം, ഇന്ന് 10-60 വയസ്സ് വരെയുള്ള ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ പോഷകഭാഷ എന്ന ചാനലിലൂടെ നിരന്തരം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ നമ്മളെ പോഷൻ ട്രാക്കർ പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആയത് പ്രകാരം തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ ടേംസ് അറിയുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, അറിയാത്ത ടീച്ചേഴ്സ് ഉണ്ടാവും. അത് വളരെ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെയാണ് നമ്മൾ ഈ സെഷനിലൂടെ വെക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കറിയാം, നമ്മളുടെ ഫോണിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഏത് രീതിയിലാണ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതായത് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയം തന്നെ ഫോണിൻ്റെ സൂപ്പർ സ്പീഡ് വളരെയധികം കുറവായി പോകുന്ന സാഹചര്യം. അപ്പോൾ ഈ സെഷൻ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മൾ ഫോണിൻ്റെ പ്രവർത്തനം സൂപ്പർ സ്പീഡിലേക്ക് കൊണ്ടുവരാനും മെമ്മറി ഫ്രീ ആക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് ബാറ്ററി തീർന്നു പോകുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു സെഷനാണ്. കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആമുഖമായി പറയുകയാണ്, പോഷൻ ട്രാക്കർ എന്നൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇന്ന് നമ്മളെ ഫോണിൽ വർക്കാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഗൂഗിൾ ക്രോം എന്നുള്ളൊരു ബ്രൗസർ കൂടി അത്യാവശ്യമായിട്ട് വേണം. അത് നിങ്ങളുടെ ഫോണുകളിലുണ്ട്. ആയതുകൊണ്ടാണ് ഇന്ന് പോഷൻ ട്രാക്കർ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്. ഈ കാര്യം നമുക്കറിയാം. ഇതാണ് ഗൂഗിൾ ക്രോം. ഈ ലോഗോ നിങ്ങളുടെ ഫോണുകളിലുണ്ട്. നമുക്കറിയാം, അങ്കണവാടിയിലേക്ക് വന്ന് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്ന സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വിൻഡോ വരുന്നതായിട്ട് കാണാം. ഇതാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത ഉടനെ തന്നെ അടുത്ത വിൻഡോയിലേക്ക് പോകുന്നത് ഗൂഗിൾ ക്രോം വഴിയാണ്. ഇനി ഈ ഗൂഗിൾ ക്രോം വഴി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടീച്ചേഴ്സിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് അങ്കണവാടി തുറന്നിട്ടും തുറക്കാത്ത സാഹചര്യം, കറക്കം, അതേപോലെ തന്നെ സെർവറിലേക്ക് പോകാത്ത സാഹചര്യം, ഒരു ഗുണഭോക്താവ് ഫോട്ടോ എടുക്കാൻ വരുന്ന സമയം ബ്ലിങ്ക് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ വെള്ള പേജ് വന്ന് നിൽക്കുന്ന സമയം, അതേപോലെ തന്നെ ഹാങ് ആവുന്ന പ്രശ്നം, ബ്ലേഡ് ആവുന്ന പ്രശ്നം, അങ്ങനെ തടസ്സങ്ങൾ വരുന്ന ടീച്ചേഴ്സ് ഒരുപാട് പ്രയാസങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി ഒരു പരിധിവരെ മറികടക്കുന്നതിനാണ് ഈ സെഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസ് കൂടി നമ്മൾ പഠിച്ചെടുക്കണം. എന്നാൽ മാത്രമേ പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെ പോഷൻ ട്രാക്കർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഗൂഗിൾ ക്രോം എന്നുള്ളൊരു ബ്രൗസർ കൂടി ആവശ്യമാണ്. അത് നമ്മളെ ഫോണിനകത്തുണ്ട്. ഈ ബ്രൗസറിൽ കുറേയധികം ക്രമീകരണങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതെല്ലാ ടീച്ചേഴ്സും നിർബന്ധമായിട്ടും 3 ആഴ്ചയിലോ ഒരാഴ്ചയിലോ ദിവസമോ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഫ്രീ സ്പേസ് കിട്ടും, ഓർമ്മയോടുകൂടി നിങ്ങൾ ആ ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ സൂപ്പർ സ്പീഡാക്കാനും ഒപ്പം തന്നെ മെമ്മറി സ്പേസുകൾ കുറയ്ക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനേജ് ആകുന്ന, അതായത് പെട്ടെന്ന് ബാറ്ററി തീർന്നു പോകുന്ന പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാനും സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് സദാസമയവും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ഈ ഗൂഗിൾ ക്രോമിലെ പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് സൈറ്റുകൾ ഓപ്പണായി കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ തന്നെ നമ്മളുടെ റാം സ്പേസ് കുറച്ച് കൊണ്ടുവരുമെന്നുള്ളതാണ്. എന്താണ് റാം? അതാണ് റാൻഡം ആക്സസ് മെമ്മറി. 2 സ്റ്റോറേജ് ഏരിയകളാണ് നമ്മുടെ ഫോണിനകത്തുള്ളത്, റാമും റോമും. റീഡ് ഓൺലി മെമ്മറിയും റാൻഡം ആക്സസ് മെമ്മറിയും. അതിൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് സ്പേസാണ്. അതിനകത്ത് അനാവശ്യമായിട്ട് ഒരുപാട് സ്റ്റോറേജുകൾ, കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം നമ്മളുടെ ഫോണിൽ
ഫോണിൻ്റെ വേഗത കുറയ്ക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ ഫോണിനകത്ത് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ഫ്ലിപ്കാർട്ട് ഉണ്ടാവും, മിന്ത്ര ഉണ്ടാവും, പർപ്പിൾ ഉണ്ടാവും, അതേപോലെ അനാവശ്യമായിട്ട് ഗെയിമുകൾ, ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഉണ്ടാവും. ഇതൊക്കെ തന്നെ നമ്മളെ പോർഷൻ ട്രാക്കർ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ സ്പീഡ് കുറയ്ക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം എന്ന ഈ ബ്രൗസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് എന്നുള്ളത് കൂടി തിരിച്ചറിയുക. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അടിഞ്ഞുകൂടുന്ന അനാവശ്യ ഫയലുകൾ നമ്മളെ ഇൻറ്റേർണൽ മെമ്മറി കുറയ്ക്കും. ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കുറച്ച് കഴിഞ്ഞാൽ പോർഷൻ ട്രാക്കറെ പോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും തടസ്സപ്പെടും എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ വേഗത കുറയുന്നത് കൊണ്ട് തന്നെ പോർഷൻ ട്രാക്കറിൽ പറഞ്ഞിട്ടുള്ള ആ തടസ്സങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നിരന്തരം നേരിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ കുറയ്ക്കുന്നതിനുള്ള സെഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് ഇതേ ക്രമീകരണങ്ങൾ നിങ്ങൾ ഏത് ഫോണിലാണോ നിങ്ങളെ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കുന്നത് അതിലേക്കും കൂടി മാറ്റം കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഫോണിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ലോഗോ കാണാം. ഇതാണ് ഗൂഗിൾ ക്രോം ബ്രൗസർ. ഈ ഗൂഗിൾ ക്രോം ബ്രൗസർ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയം ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക. ഇവിടെ 10 എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ പല ഡിജിറ്റ് ആയിരിക്കും. അതായത് ഒരുപാട് ടാബുകൾ ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഗൂഗിൾ ക്രോം വഴി നേരിട്ടോ അല്ലാതെ മറ്റ് ആപ്പുകൾ വഴി നിങ്ങൾ സന്ദർശിച്ചാലും ഈ ഭാഗത്ത് വന്ന് കിടക്കുന്ന ഈ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയം ഒരുപാട് ടാബുകൾ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റ് ഓൺ ആകുന്ന സമയം അല്ലാത്ത സമയങ്ങളൊക്കെ ഇതൊക്കെ നമ്മളുടെ ഫോണിൻ്റെ കാര്യശേഷി കുറച്ച് കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ടാബുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്യണം. അങ്ങനെ ക്ലിയർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ കാണുന്ന ഈ ഇൻഡു മാർക്ക് ഉണ്ടാവും. ഈ ഇൻഡു മാർക്ക് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്ന ഈ ടാബുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് വിടാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇനാക്റ്റീവ് ഐറ്റംസ് എന്ന് പറഞ്ഞ് കാണാം. ഈ ഭാഗത്ത് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനാവശ്യമായി ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ തന്നെ ക്ലോസ് ആൾ എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു പോപ്പപ്പ് കൂടെ വരും. അവിടെയും ക്ലോസ് എന്ന് നിങ്ങൾ കൊടുക്കുക. ഇങ്ങനെ ക്ലോസ് ബട്ടൺ കൊടുക്കുന്നതോടുകൂടി നമ്മൾ അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള പല പേജസും ഡിലീറ്റ് ആയി പോകുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കൂട്ടാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഇത് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത് നോക്കുക. ഈ കാണുന്ന 3 ഡോട്ട്, ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാം. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയം തന്നെ നിങ്ങളിനി ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും തൊട്ട് താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സൈറ്റ് സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഭാഗത്ത് തന്നെ ഓൾ സൈറ്റ്സ് എന്ന് കാണാം. ഇതാണ് ഓൾ സൈറ്റ്സ്. ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് നോക്കുക. ഒരുപാട് സൈറ്റുകളുടെ കുക്കീസ് ഇവിടെ നിരന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. എന്നാൽ ഇതെല്ലാം നമ്മളെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കുറയ്ക്കാൻ കാരണമാകുന്ന കുക്കീസുകളാണ്. ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ഈ ഭാഗത്ത് ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് കാണുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം ഇത്തരത്തിൽ നിങ്ങൾക്ക് ബ്രൗസിംഗ് ഹിസ്റ്ററി ടിക്ക് മാർക്ക് ഉറപ്പാക്കുക, കുക്കീസ് ആൻഡ് സൈഡ് ഡാറ്റ ടിക്ക് മാർക്ക് ഉറപ്പാക്കുക, ക്യാഷ് ഇമേജസ് ആൻഡ് ഫയൽസ് അത് ടിക്ക് മാർക്ക് ഉറപ്പാക്കുക. മറ്റേ സേവ്ഡ് പാസ്വേഡ് അതൊന്നും നിങ്ങൾ മാറ്റം വരുത്തേണ്ട. ഈ 3 എണ്ണം ടിക്ക് മാർക്ക് കൊടുത്ത് ഡിലീറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പോപ്പപ്പ് വരും. അവിടെ നിങ്ങൾ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് കാണും. അത് ഡിലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാകും. ശേഷം പുറകിലോട്ട് വരിക. ഇനി നിങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന് പറയുന്ന ഭാഗം കാണാം. ഇതിവിടെ അലോഡ് എന്നായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ഡോണ്ട് അലോ എന്ന് കാണുന്ന ഭാഗം കൊടുക്കുക. ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിച്ച് വരിക. ഈ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് ഒഴിവാക്കുന്നതിലൂടെ അനാവശ്യമായി ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനാണ് നമ്മൾ ഈ ഓപ്ഷൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ വീണ്ടും പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണും. ഈ സൈറ്റ് സെറ്റിംഗ്സ് തന്നെ ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഏതെങ്കിലും ഡാറ്റകൾ അത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ഓൾ ഡാറ്റ എന്ന് തന്നെ കൊടുക്കണം. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ക്ലിയർ ആ ഡാറ്റ എന്ന് കൊടുക്കുക. വീണ്ടും പുറകിലേക്ക് വരിക. ഇവിടെ വീണ്ടും സൈറ്റ് സെറ്റിംഗ് തന്നെയാണ് മുന്നിലുള്ളത്. അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് കാണും. ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡോണ്ട് അലോ സൈറ്റ് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ബബിളായിട്ട് കാണുക. രണ്ടാമത് കൊടുക്കുക ഡോണ്ട് അലോ സൈറ്റ്സ് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കൊടുത്ത് പുറകിലോട്ട് വരിക. ഇനി നമ്മളെ ഫോണുകളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ അശ്ലീലമായിട്ടുള്ള നോട്ടിഫിക്കേഷനും മറ്റിങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട്. അത് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, സെറ്റിങ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് കാണാം. ഈ നോട്ടിഫിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലോസ് ചെയ്യുക. ഇത്തരത്തിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ അനാവശ്യമായിട്ട് വരുന്ന ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ നമ്മൾ ഇൻറ്റേർണൽ മെമ്മറി കുറയ്ക്കും. അതെല്ലാം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞു തന്നിട്ടുള്ള ഈ സെറ്റിങ്സ് ഒക്കെ തന്നെ ഗൂഗിൾ ക്രോം ബ്രൗസർ എന്ന് പറയുന്ന ഈ ആപ്പിനകത്താണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നിങ്ങളുടെ ഫോണിൽ അതുണ്ടാവും. ഇതാണ് അതിൻ്റെ ലോഗോ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഏരിയകൾ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഈ സെഷൻ കണ്ട് ആ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കി അനാവശ്യമായിട്ട് എല്ലാ കുക്കീസും ഇൻറ്റേർണൽ മെമ്മറി നിറയ്ക്കുന്ന ഫയലുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പോർഷൻ ട്രാക്കർ ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കൂ. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പോർഷൻ ട്രാക്കറിനേക്കാളും കുറച്ചുകൂടി സ്പീഡോടുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സഹപ്രവർത്തകർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കുക.